കനത്ത മഴയിൽ തങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യവും രേഖകളും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട വിഷമത്തിലാണെങ്കിലും പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇല്ലിത്തോട് എവർഗ്രീൻ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കനത്ത മഴയിൽ മലയാറ്റൂർ ഇല്ലിത്തോട് 6-ാം വാർഡിലെ എവർഗ്രീൻ പ്രദേശത്തെ 10ഓളം വീടുകൾ വെള്ളത്തിലായത്. ഈ പ്രദേശത്ത് കൂടി ഒഴുകുന്ന തോട്ടിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങിയതാണ് അപകട കാരണം. രാത്രി 12 മണിയോടെ വെള്ളം വീട്ടുമുറ്റത്ത് എത്തിയെങ്കിലും സാധാരണ വെള്ളം കയറാറുള്ളതിനാൽ വീട്ടുകാർ കാര്യമാക്കിയില്ല. എന്നാൽ മണിക്കൂറുകൾക്കകം വെള്ളം 1.5 അടി പൊങ്ങുകയായിരുന്നു. പെട്ടെന്ന് വെള്ളം പൊങ്ങിയതോടെ വീട്ടുകാർ എല്ലാം ഉപേക്ഷിച്ച് പൊക്കമുള്ള പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എൻ്റെ മക്കളെ വീട്ടിൽ പോയായിരുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു. നോക്കാനും പറ്റില്ല. എൻ്റെ പരിക്കകത്ത് സർവ്വ സാധനങ്ങളും നശിച്ചു. വെള്ളത്തിനകത്ത് TV, ഫ്രിഡ്ജ്, കൊണ്ടുവരുന്ന സാധനം എല്ലാം മൊത്തം. ആ വെള്ളം കയറിയ സമയത്ത് ഞങ്ങൾ കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നീന്തി ആൾക്കാരൊക്കെ കൂടി ഇവിടെ വന്ന് രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ആട് സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുകയും കുറേ സാധനങ്ങൾ തട്ടിമുട്ട് സാധനങ്ങളൊക്കെ ഇവിടെ കിടന്ന് വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് വെള്ളം കയറി അകത്തുള്ള സാധനങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വെള്ളം ക്രമാതീതമായി പെട്ടെന്ന് പൊങ്ങുകയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ വീട്ടുകാർ ഓടുകയും ചെയ്തതോടെ വീടുകളിലെ വളർത്തുമൃഗങ്ങൾ വെള്ളത്തിൽപ്പെട്ട് ചത്തുപൊങ്ങുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഫ്രിഡ്ജ്, TV, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ അടങ്ങിയ രേഖകളും വളർത്തുമൃഗങ്ങളും കൃഷികൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മയെ പോലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് പോലും എനിക്കില്ലാതെ എൻ്റെ സഹോദരനാണ് ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോയത്. അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളിലും ഞങ്ങൾക്ക് കുടിക്കാനൊരു തുള്ളി വെള്ളത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആ മലയിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് പെര പണിത് ഇവിടെ കിടന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇന്ന് എൻ്റെ ഭാവി തന്നെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോണിൻ്റെ കാര്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പോയി 3 മാസക്കാലമായി ഞാൻ ഓടി നടക്കുന്ന ഒരു ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പൈസ ശരിയാക്കിയിട്ട് വേണം നടത്താൻ, ഈ ആധാരം കൊണ്ട് വെച്ചിട്ട് വേണം കാര്യങ്ങൾ നടത്താമെന്നും പറഞ്ഞ് എല്ലാ പേപ്പറുകളും ശരിയാക്കി ഞാൻ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇന്ന് കൊണ്ടു കൊടുക്കാനുള്ളതിൽ ആ ആധാരം വരെ ഇന്ന് നനഞ്ഞ് തവിടുപൊടിയായിരിക്കുകയാണ്. ഇടമലയാർ ഇറിഗേഷൻ കനാലിന് സമീപമുള്ള ചെറിയ കനാലാണ് അപകടമുണ്ടാക്കിയത്. ഇതുവഴിയുള്ള കനാലിൻ്റെ വീതി ഈ വീടുകളോട് ചേർന്ന് വരുമ്പോൾ കുറയുകയും ഇവിടെ വെള്ളം ഒഴുകുന്നതിൻ്റെ സമ്മർദ്ദം വർദ്ധിച്ചതുമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണമായത്. ഒരു വെള്ളം കൂടെ വന്നു, വെള്ളം കൂടെ കയറി. അപ്പോൾ ഇവിടെ ഉള്ള ഒരു 10-15 വീട്ടുകാർ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ താഴെ പ്രദേശത്തൊക്കെ ഉള്ള വീട്ടുകാർക്ക് താഴ്ന്ന പ്രദേശമാണ്. അപ്പം വെള്ളം കയറും ഉറപ്പാണ്. അപ്പം ഇവരുടെ ഡ്രസ്സ്, ഭക്ഷണം ഉള്ള സൗകര്യങ്ങൾ ഇതൊന്നുമില്ല. വെള്ളം കയറാൻ എന്ന് പറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം വന്ന് കയറി. ഈ വീതി കൂട്ടി കിട്ടാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് പല പ്രാവശ്യമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഇത് ഇത്ര രൂക്ഷമായിട്ടുള്ളത്. ഈ പ്രാവശ്യം നമുക്ക് വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോൾ 5-8 വീടുകൾ വെള്ളത്തിലാകുകയും പല പ്രാവശ്യം ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ ഈ കുട്ടികൾ സഹിതം വെള്ളത്തിൽ പോയി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഊട്ടിക്ക് വീതി വിസ്താരം ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അറിഞ്ഞ ആളുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ സഹകരണങ്ങൾ അവർ ചെയ്തു തന്നു. പാറേക്കുടി ഉണ്ണി, കുന്നുകുഴിയിൽ ശൈല, കരുമാക്കിൽ ബിജു, വീരണം മുഹമ്മദ്, വെഞ്ചിലാമൂട്ടിൽ VK കുഞ്ഞ്, കുന്നുകുഴിയിൽ ഷാനവാസ്, മുതിരപ്പറമ്പിൽ മോഹനൻ, തോട്ടകം റജി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. രാവിലെ 4 മണിയോടെ വെള്ളം പൊങ്ങി രൂക്ഷമായതോടെ ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞാണ് പല വീടുകളിൽ നിന്നും ആളുകളെ രക്ഷിച്ചത്.